ഓരോന്നെടുത്താലും അതിന്റെ പടിപടിയായി. ഇമ്രാത്ത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതാണ്. ഇമ്രാത്ത് നൂഹ് ശിർക്കാണ്. അവിടുന്ന് പോകുന്ന ഇമ്രാത്ത് ലൂത്തും ശിർക്കാണ്. അവിടുന്ന് ഇമ്രാത്ത് ഫിർഔനാകുമ്പോഴത്തേക്ക് മൂമിനത്തായി. വ്യത്യാസം നോക്കി. ഇമ്രാത്ത് ഫിർഔന് മൂമിനത്താണ്, മറ്റതൊക്കെ മുശ്രിക്കത്തുകളാണ്. പെണ്ണല്ല, കൂടെയുള്ള തന്റെ കണ്ണാടി. മിർആത്ത് തന്റെ എന്നിൽ തന്നെയുള്ള തന്റെ കണ്ണാടിയാണ്, അല്ലാതെ സ്വന്തം ഭാര്യയല്ല. അതൊക്കെ മനസ്സിലായിട്ടില്ലേ? ഇനി കൂടുതൽ അതൊന്നും പറയണ്ട. വൈദന്നൂസ് സുവിജത്ത് എന്നാണ് നെഫ്സുകളാണ് സൗജാക്കണത്, നെഫ്സുകളാണ് ഇണയാക്കുന്നത്. വൈദന്നൂസു സുവിജത്ത്, നെഫ്സുകളാണ് സൗജാക്കണത് എന്ന് പറഞ്ഞു. അതെ, നെഫ്സ്. ഇപ്പൊ എന്നിൽ സന്തോഷവുമുണ്ട്, വെറുപ്പുമുണ്ട്, ദുഃഖവുമുണ്ട്, സന്തോഷവുമുണ്ട്, പകയുമുണ്ട്, സ്നേഹവുമുണ്ട്, ഇങ്ങനെ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ഒക്കെ നഫ്സിലൊക്കെ ദുർവിജത്താണ്. അതിപ്പോ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ അള്ളാഹു ഇങ്ങനെ സൗജാക്കി പടക്കുന്ന? അള്ളാഹു മണ്ടൻ. അതൊന്ന് നോക്കണ്ടേ? ഈ നമുക്ക് പിന്നെ നന്മ ചെയ്യാനുള്ള പ്രേരകം നമ്മിലെ തിന്മയാണ്. മനസ്സിലായോ? അത് ഞാൻ എന്റെ ഒരു സഹോദരനോട് ചോദിച്ചു. ഒരു പ്ലഗ് ചാർജാണെങ്കിൽ അതിന് വല്ല രണ്ട്, മറ്റത് അതിന്റെ പോസിറ്റീവ് പ്രവർത്തിക്കണമെങ്കിൽ അപ്പുറത്ത് നെഗറ്റീവായ ഒരു ഹോള് വേണം. അതാണ് ഇത്. വെറും നന്മയാണെങ്കിൽ എന്താണ് നന്മയെന്നറിയില്ലല്ലോ. എന്താണ് നന്മയെന്ന്? ഒരു തുലാസാണെങ്കിലും അതിന്റെ ബാലൻസ് ആകണമെങ്കിൽ അതിന്റെ ബാലൻസ് അല്ലാത്തതൊന്നും അവിടെ വേണം. അല്ലാതെ എങ്ങനെ ഇത് ബാലൻസ് ആകുകയാണെന്ന് പറയാം. ഇത് ബാലൻസ് ആണ് എന്ന്, ഇത് ബാലൻസ് ആയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ രണ്ട് ഉണ്ടെങ്കിൽ അത് ബാലൻസും അൺബാലൻസും വരുള്ളൂ. ഇത് പ്രപഞ്ച നിയമമാണ്, പ്രപഞ്ചത്തിന്റെ തിയറിയാണത്. അള്ളാഹ് അത്ര മണ്ടനൊന്നല്ല. പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ് അള്ള മണ്ടനാണെന്ന്. അതിനേക്കാളും വലിയ തിയറി ഞാനാ പറയണത്. പൈതൃകങ്ങളായ പുരോഹിതന്മാരുടെ പൈതൃകങ്ങളെ തള്ളിക്കളഞ്ഞ് പുരോഗമന ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയത്തെ അന്ധമായി അനുകരിക്കുന്ന വേറൊരു പൈതൃകത്തിന്റെ രൂപമാണ് ഇന്ന് ബുദ്ധിമാന്മാരെന്ന് പറയുന്ന ആളുകൾ അവകാശപ്പെടുന്നവർ പിന്തുടരുന്നത്. എന്നാൽ ഖുർആൻ അതല്ല. ഇന്നിന്റെ അറിവ് സ്വീകരിക്കാനാണ് ഖുർആൻ പറയുന്നത്. അതിനേക്കാളും വലിയൊരു തത്വസംഹിത വേറെ ആയിരിക്കാം പറയാനുള്ളത്. തന്റെ കൂടെയുള്ള, അവിടേക്ക് സൂചന നൽകാൻ ഞാൻ എന്റെ വിഷയം വേറെയാണ്. തന്റെ കൂടെയുള്ള ഹൂത്ത് എന്ന് പറയുന്നത് തന്റെ കൂടെയുള്ള അറിവാണ്. തന്റെ കൂടെയുള്ള ബാഹ്യമായ തന്റെ അറിവാണ് ഹൂത്ത്. മാ ഹവാ മിനൽ ഇൽമി വഹുവൽ ഹൂത്തു എന്നാണ്. ഇവൻ എന്തൊരറിവ് ഉൾക്കൊണ്ടോ അതാണ് അവന്റെ ഹൂത്ത്. എന്നിലൊരറിവുണ്ട്, അതെന്റെ ഹൂത്താണ്. ഈ ഹൂത്തിൽ നിൽക്കരുത് എന്നാണ് മൂസ. ഈ ഹൂത്തുമായിട്ടാണ് മൂസ മജ്മഉൽ ബഹ്റൈൻ തേടിപ്പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിന്റെ അറിവ് സ്വീകരിക്കാൻ, ബാഹ്യമായ അറിവുകളിൽ നിന്ന് അറിവിന്റെ ആത്യന്തികമായ അറിവുകളിലേക്ക് മുങ്ങിച്ചെന്നുകൊണ്ട് ഇന്നിന്റെ അറിവ് സ്വീകരിക്കാൻ. എന്നിട്ടാ ഖുർആൻ പറയുന്നത്, മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൂത്തിന്റെ വയറ്റിൽ തന്നെ ഇലാ യൗമി യുബ്അസൂൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അയാൾക്ക് വൈജ്ഞാനികമായി ഉണ്ടാകുന്നത് വരെ കഴിയേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞത് അതാണ്. അപ്പൊ നോക്കൂ, റൂത്തിനെ വിട്ട് തസ്ബീഹ് ചെയ്യാണ് ചെയ്തത്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ഇന്നിന്റെ അറിവിന്റെ സാഗരത്തിലൂടെ അയാൾ സഞ്ചരിക്കുകയാണ്. അതാണ് തസ്ബീഹ്. അല്ലാതെ സംതമാത്തല്ല. സുബ്ഹാനല്ലാഹ് എന്നുള്ള സംതമാത്തല്ല, ഉരുവിടലല്ല. അതാണ് സംതമാ, ഉരുവിടലുകളല്ല. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലൊക്കെ പിന്നഹാരി സബ്ഹൻ തവീല വസ്സാബിഹാത്തി സബ്ഹൻ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അതിന്റെ പുൽക്കിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നല്ല, എല്ലാം അതിന് നിശ്ചയിച്ചു കൊടുത്ത അറിവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം എന്നാണ് പറയുന്നത്. അതാണ് തസ്ബീഹ്. സിബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തൽ എന്നാണ്. അപ്പൊ അറിവിന്റെ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം ഊളിയിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അറിവിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വരുമായിരുന്നു. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, അദ്ദേഹത്തിന് വൈജ്ഞാനികമായി ഒരു ഭാഗത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നത് വരെയും. അതാണ് അസ്സാഖൂനൽ മുസബ്ബിഹൂൻ. അസ്സാഖൂനൽ മുസബ്ബിഹൂൻ, അവരാണ് നല്ലവരെന്ന് ഖുർആൻ പറഞ്ഞു. അസ്സാഖൂൻ, സഫിയായ തെളിഞ്ഞ അറിവുകൾ സ്വീകരിക്കുന്നവർ, വരിയായി നിൽക്കുന്നവർ നല്ല, സഫ് നിൽക്കുന്നവരെന്നല്ല. അസ്സാഖു എന്നാണ് സഫായത്തു സഫിയ് എന്ന് പറഞ്ഞാൽ നഖിയായ തഹൂറായ
ഇപ്പോൾ തത്തവറായിട്ട് പുരോഗമിച്ചു വരുന്ന ഇന്നിന്റെ അറിവ്, അതിനെ തത്തവുറൻ ലഹളിയൻ എന്നാണ് ഞങ്ങൾ അറബി പറയാം. ഈ ഇന്നലത്തെ അറിവുകളുടെ തെറ്റുകളെ മുഴുവൻ മാറ്റിത്തിരുത്തി, അതിലെ പിഴവുകളെ മുഴുവൻ മാറ്റിത്തിരുത്തി ഇന്ന് കണ്ടെത്തിയ ലഹളിയൻ ഈ നിമിഷത്തിന്റെ അറിവുകൾ സ്വീകരിക്കുന്നവരാരോ അവരാണ് ആ സാഫൂൻ. ഇതിലും വലിയ തത്വം നീ എന്താ പറയാനുള്ളത്? ഇന്നിന്റെ അറിവ് സ്വീകരിക്കണമെന്ന് പറയാൻ അതിനെ പേരെന്താണ്? ആ സാഫു എന്ന് വരി വരിയായി സഫ് നിൽക്കുന്നവരായി വൽ മലക്കു സഫൻ സഫാന്നാക്കി വരും. റബ്ബും മലക്കും സഫ് സഫായി വരുന്നാക്കി. നിങ്ങളുടെ അറിവിന്റെ മലക്കത്ത് ദൈവികമായ അറിവ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാനുള്ള നിങ്ങളിലെ മലക്കുകൾ സഫായ വളരെ പരിശുദ്ധമായ അറിവുകൾ ഓരോന്നും നിങ്ങളിൽ മൗജൂദായിട്ട് കൊണ്ടുവന്ന് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്.